രാത്രി 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ ഇവർ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 12 മണി, 1 മണി, 2 മണി വരെ അങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് പിന്നീട് ഉറക്കിന്റെ പാറ്റേൺ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. ചിലപ്പോൾ 2 മണിക്കായിരിക്കും ഇവർക്ക് ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ 3 മണിക്കായിരിക്കും ഉറങ്ങുക. ഇങ്ങനെ ഉറങ്ങുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ മെലാറ്റോണിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാതാകുന്നത്. അപ്പോൾ ഈ സിർകാഡിയൻ റിതം തെറ്റുന്നതോടുകൂടി ഇവരുടെ കംപ്ലീറ്റ് ഒരു 24 ഹവേഴ്സ് പാറ്റേൺ, ഇവരുടെ ഹെൽത്ത് സൈക്കിൾ, ഇവരുടെ ഗട്ട് എല്ലാം തകരാറിലാകുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിലുള്ള ഫോൺ യൂസേജ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മളൊരു 10 മണി 11 മണിക്ക് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് മാക്സിമം ഡിം ചെയ്യുക, റൂമുകളിലുള്ള ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഡിം ചെയ്യുക. അതുപോലെ നമ്മുടെ ഫോൺ പിന്നീട് സ്ക്രീൻ ടൈം പിന്നീട് യൂസ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ അത്യാവശ്യം കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ ചിലപ്പോൾ വളരെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനത്തെ ആളുകൾ അതിന്റെ നൈറ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലൂ എമിഷൻസ് മാക്സിമം കുറച്ചുകൊണ്ട് വേണം അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ എടുത്ത് വെക്കുകയും ലൈറ്റ് കംപ്ലീറ്റ്ലി ഡിമ്മാക്കി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. എങ്കിൽ മാത്രം നമ്മുടെ ബ്രെയിൻ ഉറങ്ങുള്ളൂ. മറ്റേത് നമ്മൾ ബ്രെയിൻ ഉറങ്ങുന്നില്ല, നമ്മൾ ചിലപ്പം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ ബ്രെയിൻ ഉറങ്ങാത്തൊരു സാഹചര്യമാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു സൗണ്ട് സ്ലീപ്പ് എന്നുള്ള പാറ്റേണിൽ നമുക്ക് കിട്ടില്ല.